ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്നത് എൻ്റെ ജീവിത കഥ തന്നെയാണ് ഷെയർ ചെയ്യുന്നത്. ഒരു കാലഘട്ടത്തിൽ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലായിരുന്നു. ബോൾഡായിട്ടുള്ള വ്യക്തിയോ വയസ്സായിട്ടുള്ള ഒരു വ്യക്തിയോ ഒന്നും തന്നെ അല്ലായിരുന്നു. എല്ലാവരെയും ഫേസ് ചെയ്യാനൊക്കെ വളരെ ചമ്മലും ഒരുപാട് കാര്യങ്ങൾ അറിവില്ലാത്തൊരു വ്യക്തിയുമായിരുന്നു ഞാൻ. ആ കാലഘട്ടമൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയി കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ പ്രായത്തിൽ മുതിർന്നവർ പറയുന്ന എല്ലാ കാര്യവും ഞാൻ വിശ്വസിക്കുമായിരുന്നു. ഞാൻ വിചാരിക്കുമായിരുന്നു കുട്ടികളാണ് കള്ളം പറയുന്നത്. മുതിർന്ന ആൾക്കാർ ഒന്നും തന്നെ കള്ളം പറയില്ല. അവർ പറയുന്നതെല്ലാം സത്യവും വാസ്തവവുമാണ്. അതുകൊണ്ട് അവരെല്ലാം പറയുന്ന കാര്യങ്ങൾ ഞാൻ വിശ്വസിച്ചിരുന്നു. ഞാൻ വിചാരിക്കും, അവർക്കൊക്കെ എന്തറിവാണ്, അവരിത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നില്ലയോ, അപ്പോൾ അത് നല്ല കാര്യമായതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ അപ്പാടെ അനുസരിക്കണം, അപ്പാടെ വിശ്വസിക്കണം, അതനുസരിച്ച് നമ്മൾ ജീവിക്കണം എന്നുള്ളൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അച്ഛനായാലും അമ്മയായാലും നമ്മുടെ ബന്ധുക്കളായാലും മറ്റുള്ളവരായാലും നെയ്ബേഴ്സ് ആയാലും കുട്ടികളായിരിക്കുമ്പോൾ അവരെല്ലാവരുടെയും ഉപദേശങ്ങൾ നമ്മൾ കേൾക്കാനിട വരും. ഇവരുടെ എല്ലാ ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ കൂടെ നമ്മുടെ ജീവിതം കടന്നു പോകും ഒരു പ്രായത്തിൽ. അങ്ങനെ ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവർ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കാറുണ്ട്, അപ്പാടി അനുസരിക്കാറുണ്ട്. എൻ്റെതായ ഒരു തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ അത് ജസ്റ്റിഫൈ ചെയ്യാനോ ഉള്ള ഒരു കഴിവ് ഉള്ള ഏജ് ആയിരുന്നില്ല അന്നെനിക്ക്. അപ്പോൾ മറ്റുള്ളവർ പറയുന്നതെല്ലാം വിശ്വസിക്കും, അവർ പറയുന്നതെല്ലാം ചെയ്യുക, അനുസരിക്കുക, എല്ലാം ചെയ്യും. സ്വന്തമായിട്ടൊരു തീരുമാനമെടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് അതൊന്ന് ചിന്തിച്ച് നോക്കാനോ ഉള്ള കഴിവ് നമുക്കന്നില്ല. അത് കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ സ്വീകരിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. കാര്യം വളരെ യങ് ആയിരുന്ന ഒരു ഏജിൽ എന്നെ കല്യാണം കഴിച്ചു. ആ സമയത്തും എനിക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടായിരുന്നില്ല. വലിയ അറിവൊന്നുമുള്ള കാലമല്ല. അതുപോലെ വിദേശത്തായിരുന്നു എൻ്റെ പഠനം. അത് കഴിഞ്ഞ് നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ കേരളവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കാലം ഞാൻ മലയാളം പഠിക്കാൻ പോയിരുന്നു. അതിനിടയിലാണ് നമ്മളുടെ കല്യാണം നടക്കുന്നത്. ഒരുപാട് അംഗങ്ങളുള്ള ഒരു വീട്ടിൽ കല്യാണം കഴിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. അവിടെയുമായി അഡ്ജസ്റ്റ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാര്യം ഞാൻ വളർന്ന സംസ്കാരവും ഇവിടുത്തെ സംസ്കാരവും രാപകൽ വ്യത്യാസമുള്ള ഒരു ജീവിത രീതിയായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ കുറേശ്ശെ പഠിച്ചു വന്നു കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ, നമ്മളൊരു യങ് ഏജിൽ നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഏജ് ആവുന്നത് വരെ നമ്മളെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഒന്നും തന്നെ തീരുമാനിക്കരുത്. അത് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങിയോ ഫോഴ്സിന് വഴങ്ങിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വഴങ്ങിയോ ചെയ്യാൻ പാടുള്ളതല്ല. കാര്യം ഒരു സമയമാവുമ്പോൾ അതിൻ്റെ തെറ്റും ശരിയും നമ്മൾ മനസ്സിലാക്കും. നമ്മുടെ ജീവിതത്തെയാണ് അത് എഫക്റ്റ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തെ അത് എഫക്റ്റ് ചെയ്യുന്നില്ല. അന്ന് പറഞ്ഞ വ്യക്തികൾ തന്നെ അവർക്ക് പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു റോളും പ്ലേ ചെയ്യാനില്ല. നമ്മൾ ആ ജീവിതത്തോടൊപ്പം പൊരുതി ജീവിക്കേണ്ടി വരുന്നു. പിന്നെ നമ്മൾ നിരാശപ്പെട്ടിട്ട് വലിയ കാര്യമില്ല. അതുകൊണ്ട് 10-25 വയസ്സാവുന്നത് വരെ എങ്കിലും നമുക്ക് പൂർണ്ണമായിട്ട് ഒരു തീരുമാനം എടുക്കാനുള്ള സ്ട്രെങ്ത്തും ധൈര്യവും ബോൾഡ്നെസ്സും വൈസ്നെസ്സും ഒക്കെ ആയതിനു ശേഷം മാത്രമേ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ റൈറ്റായ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ പല കാര്യങ്ങളും ഫേസ് ചെയ്യുമ്പോൾ നമുക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു വ്യക്തിയെ കണ്ടാൽ ചിലപ്പോൾ അവർക്ക് ശാരീരിക പുഷ്ടി ഉണ്ടാവും, പക്ഷേ മാനസിക പുഷ്ടി ഉണ്ടാവത്തില്ല. അത് ടോളറേറ്റ് ചെയ്യാനോ അതിനെ ഫേസ് ചെയ്യാനോ ഉള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ ബുദ്ധിപരമായി തന്നെ തീരുമാനങ്ങൾ ചൂസ് ചെയ്യുക നമ്മുടെ ഭാവിക്ക്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലയോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫേസ് ചെയ്യേണ്ട അനുഭവിക്കേണ്ടിയും ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്.
ഇതെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് ലേറ്റായിപ്പോയി. ലേറ്റായതുകൊണ്ട് എൻ്റെ സഫർക്കേഷൻ ഒരുപാടായിരുന്നു. അപ്പോൾ ഇനിയുള്ള തലമുറയെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ആ ഒരു ബലത്തിൽ വേണം നമ്മൾ ജീവിക്കാനുള്ളത്. നമുക്ക് ധൈര്യം വേണം, സ്ട്രെങ്ത്ത് വേണം, വയസ്സ് വേണം, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വേണം. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ ഞാൻ മനസ്സിലാക്കി തുടങ്ങി. അബദ്ധങ്ങളെന്ന് വെച്ചാൽ തീരുമാനം എടുക്കാനുള്ള കഴിവില്ലായ്മയാണ് ഞാൻ പറയുന്നത്. ആ ഒരു പ്രായത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓരോരുത്തർ എന്താണ് എനിക്ക് പറഞ്ഞു തന്നത് ശരിക്കും തെറ്റാണ്, അത് എൻ്റെ ജീവിതത്തിലെ ബാധിച്ചിരിക്കുകയാണെന്നുള്ള തിരിച്ചറിവ് വരുമ്പോഴേക്കും എനിക്ക് 2 കുട്ടികളായി. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും എൻ്റെ കുട്ടികളെ വളർത്തിയെടുക്കണം, നല്ലൊരു ജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാണ് എല്ലാവരും ഒരു വിവാഹ ജീവിതത്തിലോട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ ഒന്ന് ഉൾവലിഞ്ഞു. അധികം ആൾക്കാരുമായിട്ട് സംസാരിക്കാതെയും വീട്ടിൽ തന്നെ ഇരിക്കുകയും കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ കുറച്ച് അകന്നങ്ങ് നിന്നു. അകത്തങ്ങ് നിൽക്കുന്ന സമയത്ത് എനിക്ക് എപ്പോഴും തോന്നുമായിരുന്നു ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്ത. ഈ ഒറ്റയ്ക്കാണെന്നുള്ളൊരു ചിന്ത വന്നപ്പോൾ ഞാൻ കൂടുതൽ വായിക്കാൻ തുടങ്ങി. ഒരുപാട് ബുക്സ് വായിച്ചു. ശരിക്കും പറഞ്ഞാൽ ബുക്സുകൾ തന്നെയായിരുന്നു എനിക്ക് അഭയം. പിന്നെ ഒരുപാട് ടോക്സുകൾ ഞാൻ കേൾക്കുമായിരുന്നു. കിട്ടുന്ന സമയത്തെല്ലാം ഈ ടോക്സ് കേൾക്കുമായിരുന്നു. പല മഹാവ്യക്തികളുടെയും മഹാന്മാരുടെയും ഒക്കെ ടോക്സ്, ഭാരതത്തിലുടനീളമുള്ള ആൾക്കാരുടെ ടോക്സുകൾ കേൾക്കുമായിരുന്നു. ഇത് എന്നെ ഒരുപാട് സ്വാധീനിച്ചു എൻ്റെ ജീവിതത്തിൽ. അതിൽ കൂടി ഞാൻ തെറ്റും ശരിയും എന്താണെന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ വിചാരിച്ച ജീവിതവും യഥാർത്ഥ ജീവിതവും രണ്ടും രണ്ടാണെന്ന്. ആൾക്കാർ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്ത് പലതും പറഞ്ഞ് നമ്മളെ അതാണ് ശരി എന്ന് ബോധ്യപ്പെടുത്തും. നമ്മൾ യഥാർത്ഥ ജീവിതത്തിലോട്ട് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അതല്ല യഥാർത്ഥ ജീവിതം വേറെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മൾ വൈകിപ്പോകും. നമ്മൾ ചാടിയ കടലിലേക്ക് ഇത്രയും ആഴമുണ്ടെന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ ജീവിതം തുടങ്ങുമ്പോൾ മാത്രമാണ്. ജീവിതം തുടങ്ങി കുറച്ച് കാലം കഴിയുമ്പോൾ മാത്രമാണ് ജീവിതത്തിൻ്റെ സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒരുപാട് വേദനയിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ സ്ട്രോങ്ങർ ആവും അല്ലേ. നമ്മൾ ഒരുപാട് ഭയപ്പാടിൽ ജീവിക്കുമ്പോൾ ആ ഭയം നമ്മളെ ഭയത്തിൽ നിന്ന് മോചനമാക്കും അല്ലേ. പിന്നെ ഭയം ഒന്നും അല്ലാതായിത്തീരും. പിന്നെ ഞങ്ങൾ വളരെ സ്ട്രോങ് ആവും അല്ലേ, വളരെ ബ്രേവ് ആവും. ആ ഭയം പിന്നെ നമുക്കൊന്നും അല്ലാതായി. അതുപോലെ തന്നെ നമ്മളെ ഹൃദയം പൊട്ടിച്ചെറിഞ്ഞവർ ആ വേദന അനുഭവിച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ വൈസറാവും. അതുപോലെ ഇടയ്ക്കൊക്കെ നല്ല മനസ്സോടെ നമ്മുടെ പാസ്റ്റിനെ ഓർമ്മിക്കുക. ഈ പാസ്റ്റ് നമ്മളുടെ ഫ്യൂച്ചറിനെ സ്ട്രോങ്ങറാക്കും, ബോൾഡറാക്കും, വൈസറാക്കും, ഹെൽത്തിയറാക്കും, ബ്യൂട്ടിഫുൾ ആക്കും. So everyone, take care, be healthy, wealthy and wise, and thank you for watching.